വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് ഇന്ന് 100 ദിവസം. ജനകീയ പ്രഖ്യാപനങ്ങളും വിപണി ഇടപെടലും കൊണ്ട് തുടക്കത്തിൽ പ്രശംസ നേടി UDF സർക്കാർ. അതേസമയം PM ശ്രീ പദ്ധതിയിലെ നിലപാട് മാറ്റവും ദുരന്ത പ്രതിരോധത്തിലെ പാളിച്ചകളും സതീശൻ സർക്കാരിന് മങ്ങലേൽപ്പിച്ചു. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കി ഗംഭീര തുടക്കം. വിഴിഞ്ഞത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തെ തുറമുഖ നഗരമാക്കാനുള്ള മിഷൻ സമുദ്ര എന്ന വി.ഡി. സതീശന്റെ സ്വപ്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ്. ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടുമെന്ന വാഗ്ദാനം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത് സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുൻപിലെ തൊഴിൽ സമരക്കാരെയെല്ലാം കേട്ടതും താൽക്കാലിക പരിഹാരമുണ്ടാക്കിയതും കഴിഞ്ഞ സർക്കാരിൽ നിന്നുള്ള നയപരമായ മാറ്റം പ്രതിഫലിപ്പിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ രാഷ്ട്രീയ ഭേദമന്യേ പ്രശംസ പിടിച്ചുപറ്റി. അതേസമയം 100 ദിവസത്തെ സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളിലെ മലക്കം മറിച്ചിൽ കേരള ജനതയെ ഞെട്ടിച്ചു. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവർ പദ്ധതിയുടെ പതാകവാഹകരായി. കേന്ദ്ര ഫണ്ട് ലഭിക്കാനെന്ന ന്യായീകരണം UDF-നെ വിശ്വസിച്ച് വോട്ട് ചെയ്തവർക്ക് പോലും ദഹിച്ചില്ല. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താതെയുള്ള മൃദു സമീപനവും പ്രതിപക്ഷം ആയുധമാക്കി. ദുരന്തത്തെ നേരിടുന്നതിനുണ്ടായ വീഴ്ച വലിയ പ്രതിഷേധം വിളിച്ചുവരുത്തി. LDF സർക്കാരുമായി താരതമ്യം ചെയ്ത് ദുരന്തബാധിതരടക്കം സർക്കാരിനെ വിമർശിച്ചതും മങ്ങലേൽപ്പിച്ചു. 100ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പ്രശംസ പോലെ വിമർശനവും നേരിടുന്നുണ്ട് വി.ഡി. സതീശൻ സർക്കാർ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ, KPCC അധ്യക്ഷ പദവിക്കായുള്ള കോൺഗ്രസിലെ തർക്കം തുടങ്ങിയവ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതും സർക്കാരിന് നിർണായകമാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.